നമസ്കാരം. ക്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവരാണ് എങ്കിൽ എൻ്റെ പേര് അഞ്ജലി പ്രേംജിത്ത് എന്നാണ്. ഞാനൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ഇഷ്ടം കൊണ്ട് തുടങ്ങിയ ഈ ഒരു ചാനലിൽ പ്രധാനമായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ മോട്ടിവേഷണൽ വീഡിയോസ്, ട്രാവലിംഗ്, കുക്കിംഗ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓരോന്നും വീഡിയോ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഡെയിലി ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ സമയത്തിന്റെ ഒരു പരിധി ഉള്ളത് കൊണ്ട്, ജോലിയും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സമയം കിട്ടാത്തത്. ഇന്നിപ്പോ രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം വെറുതെ ഞായറാഴ്ചയല്ലേ ഒന്ന് കറങ്ങാൻ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്ന് ഇപ്പൊ എത്തി നിൽക്കുന്നത് വാഗമണ്ണിലാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. മറ്റൊന്നുമല്ല, മനസ്സിന് എവിടെയാണ് ഒരു സന്തോഷം, പോസിറ്റിവിറ്റി നിറയ്ക്കുന്നതെന്ന് വെച്ചാൽ അത്തരമുള്ള സ്ഥലങ്ങൾ നമ്മളിപ്പോൾ എത്രയോ തവണ പോയിട്ടുള്ളതായിരിക്കും. പക്ഷെ വീണ്ടും വീണ്ടും അവിടേക്ക് ചെല്ലും തോറും മടുപ്പെന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല ഇവിടെ വരുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വാർത്തകളെല്ലാം നെഗറ്റീവാണ്. അതിൽ തന്നെ കൂടുതലായിട്ടും ആത്മഹത്യ, അല്ലെങ്കിൽ അല്ലാതെയുള്ള ആക്സിഡന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നെഗറ്റീവ് ആകുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കറിയാം നമുക്ക് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെ, വാട്ട് യു തിങ്ക് യു ബിക്കം. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് ഫീലിങ്സ്, നമുക്ക് എന്താണോ നമ്മൾ ഫീൽ ചെയ്ത് ആവർത്തിച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് വന്ന് പതിഞ്ഞു കിടക്കും. പിന്നീട് നമ്മുടെ അനുഭവമായിട്ട് അത് വരികയും ചെയ്യും. അപ്പോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് നല്ല നല്ല കാഴ്ചകളും നല്ല ഫീലിങ്സും ഒക്കെ തരുന്ന സ്ഥലങ്ങൾ നമ്മൾ തപ്പി കണ്ടുപിടിക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം വിചാരിച്ചത്, ഇപ്പൊ ഞാനും ഒരു ടീച്ചറാണ്. സ്വാഭാവികമായിട്ടും ടെക്സ്റ്റിലുള്ള കാര്യം എന്താണോ, അക്കാദമിക്കലി ഉള്ളത് എന്താണോ അത് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു, അവരെ എക്സാം എഴുതാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞിട്ട് ഒരു വാല്യൂ ബേസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. കുറെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അത് എക്സാം എഴുതിക്കുന്നു, അതിനുവേണ്ടി ജയിക്കാനായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ആയിട്ട് അവരെ പ്രാപ്തരാക്കുന്നു. പക്ഷെ എല്ലാവരും ചോദിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, രക്ഷപ്പെടണ്ടേ എന്ന് നമ്മൾ ചോദിക്കില്ലേ? അതേപോലെയുള്ളൊരു കാര്യമാണ് ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതെവിടെയാണ് പഠിപ്പിക്കുക? അനുഭവങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല ലെസൺ എന്നൊക്കെ പറയും. പക്ഷെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള കുറച്ച് കാര്യങ്ങളിൽ ലൈഫ് സ്കിൽ എന്ന് പറയുന്നതുണ്ട്. അതുകൂടാതെ എവിടെ എന്ത് എങ്ങനെ പെരുമാറണം എന്ന് നമ്മുടെ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളതും അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് സ്കൂളുകളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒന്നും നോക്കണ്ട. നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഇതൊന്നും ഉൾപ്പെടുത്തി അവർക്ക് അതിനായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട. പക്ഷേ വീട്ടിൽ നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങൾ. ഇപ്പോ കഴിഞ്ഞ ദിവസം 19 വയസ്സുള്ള ഒരു പെൺകുട്ടി അക്ഷയ സെന്ററിൽ കുഴഞ്ഞു വീണ് മരിച്ച ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ താഴെയുള്ള കുറേ കമന്റ്സ് ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. അവിടെ ആരെങ്കിലും ഒരാൾ CPR കൊടുത്തിരുന്നു ആ കുട്ടിക്കെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം ആർക്കെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ, അത് കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ എന്നാൽ പോലും ശരിയാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പോ കുഴഞ്ഞു വീണുള്ള മരണങ്ങളൊക്കെ കൂടുന്നതുകൊണ്ട് തന്നെ പറയുകയാണ് CPR കൊടുക്കാനായിട്ട് നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളത്. ഇപ്പൊ തിയറിറ്റിക്കലി പോലും എനിക്കറിയാമെന്നല്ലാതെ പ്രാക്ടിക്കലി ഈ പറയുന്ന എനിക്ക് പോലും അറിയില്ല ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതുപോലെ നമുക്ക് ആക്സിഡന്റൽ ആയിട്ട്, അപ്പൊ ഒന്നാമത്തെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ് ആകസ്മികമായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുമ്പോഴല്ല, ആക്സിഡന്റലി സംഭവിക്കുന്ന ചില സാഹചര്യങ്ങളിൽ വിവേകത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. അതിനായിട്ട് ഇപ്പോ തൊണ്ടയിൽ ഒരു മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ട് ജീവന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പകച്ചു പോകും, അവിടെ എന്താ ചെയ്യേണ്ടത് അറിയില്ലാതെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ പ്രാഥമിക ശുശ്രൂഷ എങ്ങനെ നൽകണം എന്നുള്ളത്.
റോഡിൽ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരു രോഗിയെ നമ്മൾ ചിലർ പറയില്ലേ, ആക്സിഡന്റ് പറ്റിയിരിക്കുന്ന ഒരാളെ ഒരിക്കലും പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്താനായിട്ടോ ഒന്നും ശ്രമിക്കരുത്. വാരിയിൽ എന്തെങ്കിലും ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്വാസനാളത്തിൽ തറച്ചു കയറുകയും അതുമൂലം അല്ലെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ അവിടെയൊക്കെ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊന്നും ഒരു സ്കൂളുകളിലും ഒരു പാഠ്യപദ്ധതിയിലും പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിൽ ഷോക്കേറ്റ് പെടയുന്ന ഒരു ആളെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ലൈൻ കമ്പി പൊട്ടി വീണ് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ അതിലൂടെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഓരോന്നിനെ കുറിച്ചും ഇതെല്ലാം ഒരു പ്രാഥമിക വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഇനിയുള്ള ഒരു തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് കാപട്യത്തെ തിരിച്ചറിയാൻ പഠിപ്പിക്കുക. ഇതും അനുഭവങ്ങളിലൂടെ തന്നെയാണ് പലരും പഠിക്കുന്നത്. ഇപ്പൊ ഒന്നാമത് ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ ഒരുപാടുള്ള കാലഘട്ടമാണ്. മാർക്കറ്റിംഗ് മേഖലയിലാണെങ്കിലും ഒക്കെ അതെ. എവിടെയും എന്തും ഒരു വ്യക്തി നമ്മളോട് ബിഹേവ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്നാണ് എങ്കിലും ഒക്കെ അതിന് പിന്നിലുള്ള ചതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് അവരെ നമ്മൾ പ്രാപ്തരാക്കണം. ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് അങ്ങനെയാണ്. നന്മ വളരെ കുറവും തിന്മ വളരെ കൂടുതലുമുള്ള ഒരു കാലഘട്ടത്തിലൂടെ, അതായത് കലികാലം എന്ന് നമ്മൾ പറയും, ആ കലികാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഉപദ്രവമായിട്ട് തിരിച്ചു വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാപട്യത്തെ തിരിച്ചറിയുക. അതുപോലെ മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നതാണ് എവിടെയും എന്തും റിയാക്ട് ചെയ്യാനായിട്ട് പ്രതികരിക്കുന്ന, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വൈറൽ ആകണമെന്ന് വിചാരിച്ചിട്ട് താരമാകുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രശ്നങ്ങൾ എടുത്തിടുക, നമ്മൾ തന്നെ അതിനെ റിയാക്ട് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. അപ്പോ ഇത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം തന്നെയാണ്. എല്ലാവരും ആ ഒരു വ്യക്തിയെ നമ്മൾ സഹതാപത്തോടു കൂടി കാണുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയെ മാക്സിമം സോഷ്യൽ മീഡിയയിലൂടെ ചീത്ത വിളിക്കുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പോ എങ്കിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ, ശരിയാണോന്ന് അറിയില്ല, ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് തോന്നിയിട്ടുണ്ടാകുമായിരിക്കും, ഏത് ഗതികെട്ട നേരത്താണോ ദൈവമേ എനിക്ക് അങ്ങനെ ഒരു ബസ്സിൽ കയറാൻ തോന്നിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ തോന്നിയത് എന്നൊരു പക്ഷെ അവർക്ക് പോലും തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. അറിയില്ല, തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. കുറ്റബോധം എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതം അവസാനം വരെ ചിലപ്പോൾ ആ കുട്ടിയെ വേട്ടയാടുമായിരിക്കാം. ഒരു നിമിഷത്തെ ചിന്താശൂന്യമായ ഒരു പ്രവൃത്തി കൊണ്ട് ബലിയാടാകേണ്ടി വന്നിട്ടുള്ള ആളുകളുടെ ജീവിതങ്ങളാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം, അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ സൈലൻസ് എന്ന് പറയുന്ന, നിശബ്ദത എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ഇങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമല്ല, പബ്ലിക് പ്ലേസിൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഒക്കെയും ഒരു പരിധിവരെ നിശബ്ദത എന്ന് പറയുന്നത് പാലിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്ന് കരുതി എല്ലാം നമ്മൾ സഹിക്കണമെന്നൊന്നുമല്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. പക്ഷേ എന്തിനും ഏതിനും റിയാക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് കൂടുതൽ നെഗറ്റീവിലേക്ക് തന്നെയാണ് എത്തിച്ചേരുകയുള്ളൂ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ചില സാഹചര്യങ്ങളിലൊക്കെ എന്താണ് നിശബ്ദത, അതിന്റെ പവർ എന്താണ് എന്നുള്ളതും അതും ഒരു തരത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നാലാമത്തെ ഒരു കാര്യമാണ് നോ പറയാനായിട്ട് ശീലിപ്പിക്കുക. നോ പറയാനായിട്ട് ശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറയുമ്പോഴും നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യത്തിന് പോലും നോ പറയുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. പക്ഷെ എടുക്കാൻ പറ്റാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞാൻ എങ്ങനെ നോ പറയും എന്ന് വിചാരിച്ച് നമ്മൾ പറയാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ നിന്നും നമുക്ക് വളരെ ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണ് ഒരു നോ പറയുന്നതിലൂടെ. അപ്പോൾ ഇത് പിന്നീടുള്ള സമ്മർദ്ദങ്ങളെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ പേരൻസ് പറയും നീ ആ കോഴ്സ് എടുക്ക്, അല്ലെങ്കിൽ ഇന്ന കാര്യം പഠിക്ക്, നീ ഇന്ന ജോലിയിലേക്ക് തിരിയ്. അവരെ വേദനിപ്പിക്കണ്ടെന്നൊക്കെ കരുതിക്കൊണ്ടും അവരുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങിയും കുട്ടികൾ അത് എടുത്തു കഴിഞ്ഞാലും അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അവരെ കൊണ്ട് താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അതിൽ വിജയിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ലേണിംഗ് ടു സേ നോ, നോയും യെസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ നോയും നെഗറ്റീവ് അല്ല. ചില നോ പറയുന്നതിലൂടെ നമുക്ക് പിന്നീട് പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മറക്കാതിരിക്കാൻ ഞാൻ കുറച്ചൊക്കെ പോയിന്റുകൾ എഴുതി വെച്ചിട്ടുള്ളതാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ തന്നെയാണ്. അത് ചെറുപ്പം തുടങ്ങി എല്ലാവരിലും ശീലിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും കതിരിൽ കൊണ്ടുപോയി വളം വെക്കുന്ന പോലെയോ, അല്ലെങ്കിൽ നമ്മളിൽ പലരും, ഞാൻ ഉൾപ്പെടെ കേട്ടോ, അങ്ങനെ ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് കുറെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഓരോന്നിലും സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും നമുക്കറിയാം എന്ത്, എപ്പോൾ, എങ്ങനെ എന്നുള്ളത്.
എന്ത് എപ്പോൾ എങ്ങനെ എന്നുള്ളത് കൃത്യമായിട്ട് പ്രയോഗിക്കാൻ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ നമുക്ക് എക്കണോമിക്കലി അത് ബെനിഫിറ്റ് നൽകും. മിതവ്യയം എന്ന് പറയുന്ന ഒരു കാര്യം വരും. എന്തിനും ഏതിനും വാരിക്കോരി ചെലവഴിച്ച് കടം വരുത്തി വെക്കുന്ന ആ ഒരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വാക്കുകൾ എന്ത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളിൽ അടുക്കും ചിട്ടയും എല്ലാം ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിലുടനീളം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട്, അതായത് വെൽ പ്ലാൻഡ് ആയിരിക്കും. നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, എങ്ങനെയാണ്. അപ്പം ആ ഒരു സെൽഫ് ലവ് നമ്മളിലേക്ക് വരും. ഒരു സെൽഫ് എസ്റ്റീം നമ്മളിലത് ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമായി തീരും. അപ്പൊ ഇതൊക്കെ തന്നെയും എന്നെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കാനായിട്ട് സഹായിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞത്. ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എന്താണെന്ന് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഇതൊന്നും ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടല്ല ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു വീഡിയോ കാണുമ്പോൾ 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അത് കാണുന്ന ഒരാൾക്ക് കാണുന്നത് കൊണ്ട് ദോഷമൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയരുതെന്ന് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പൊ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരാം, ഇല്ലെങ്കിൽ കൂടുതൽ സജഷൻസ് നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെ തന്നെ അതിനകത്ത് കണ്ടാൽ മതി. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇനിയുള്ള ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും, അതായത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ സന്മാർഗപാഠം അല്ലെങ്കിൽ വേദപാഠം എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഫ്രൈഡേയും അങ്ങനെയൊക്കെ ഒരു അവർ ഉണ്ടായിരുന്നു. അതുപോലെ ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ ഒക്കെ ഒരു ഇനിയിപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കണം, അവർക്ക് പൈസ കൊടുക്കണം എന്നൊക്കെയാണ് വേണ്ട. ഇത് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ടീച്ചേഴ്സിൽ തന്നെയോ സാർമാരിൽ തന്നെയോ അവർ ഒരു കുട്ടിയെ വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നാളെ ഒരു കാലത്ത് നമ്മുടെ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഇത് പ്രയോജനപ്പെടും. അവർ വഴി ഇത് ഷെയർ ചെയ്ത് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ മറ്റു കുട്ടികളിലേക്കൊക്കെ ആയിട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു എന്താണ്, നമുക്ക് ഒരു സ്ഥലത്ത് ഒരു പബ്ലിക് പ്ലേസിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ അവിടെ എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം, എങ്ങനെ ഒരാളെ ഹേർട്ട് ചെയ്യാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്, നമ്മളിലേക്ക് നിറയ്ക്കുന്ന ഒരു പോസിറ്റിവിറ്റി. പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നത് അവരുടെ പേരൻസ് തന്നെയാണ്. കുരുത്തക്കേട് കാണിച്ചാൽ അതിന്റെ മുഴുവൻ ചീത്തവിളികൾ ഏറ്റുവാങ്ങുന്നതും ഈ പറഞ്ഞ പേരൻസ് തന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മളെ പോലുള്ള രക്ഷിതാക്കൾക്ക് കിട്ടുന്ന സമയം, കുട്ടികളുമായിട്ട് ഒരു ദിവസം നമ്മൾ എത്രയോ സമയം ചെലവഴിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇതായിരുന്നു, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു 5 പാഠങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് ആക്സിഡന്റൽ ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം, അവിടെ എങ്ങനെ റിയാക്ട് ചെയ്യണം, അതും വിവേകത്തോടുകൂടി ബുദ്ധിപൂർവ്വം എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ചതി, വഞ്ചന, കാപട്യങ്ങളെ എങ്ങനെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ടു സേ നോ. നോ എന്നുള്ളൊരു വാക്ക് എസ് പോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ്. നാലാമത്തത് നിശബ്ദത പാലിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ ഗുണം ചെയ്യുന്നത് നിശബ്ദത തന്നെയാണ്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ, നമ്മളിൽ തന്നെ ഒരു അച്ചടക്ക ബോധം എന്ന് പറയുന്നത് വളർത്തിയെടുക്കുക എന്നുള്ളതുമാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്